ഉപയോഗിക്കുന്നുണ്ട്. ഒരു സ്കൂളിനും ഒരു സേഫ്റ്റി ഇല്ല. കാരണം വെച്ചാൽ സ്കൂളിൻ്റെ ഏരിയകളിലും ചെറിയ കുട്ടികളെ നമുക്ക് ശരിക്കും സ്കൂളിൽ കൊണ്ടാക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഏരിയയിൽ മൊത്തം ഈ സംഭവം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് എത്തിക്കുന്ന ആൾക്കാരൊന്നും നമുക്കറിയില്ല. ഏത് കുട്ടികളാണെങ്കിലും ചെറിയ മക്കളെ തന്നെ, വലിയ ആൾക്കാർ പിന്നെ ചെറിയ ഒരു +2 ആ ഏജിലുള്ള കുട്ടികളെ നമുക്ക് പറയാൻ പറ്റില്ല. അവരെ നമുക്കൊട്ട് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അവർ ഉപയോഗിക്കുന്നുണ്ടോ, എങ്ങനെയാണ് അവരെ മാറ്റങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ എന്താ പറയുക, ഈ നാട് തന്നെ ശരിക്കും നശിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും ഒന്നായി പ്രവർത്തിച്ചിട്ട് ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കുക. നമുക്ക് എന്തുണ്ടെങ്കിലും അത് കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ അവരങ്ങനെ ഉണ്ടെന്നോ എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെതിരെ പോരാടാം. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എങ്ങനെയെങ്കിലും അതിനുള്ള കുട്ടിക്ക് ആർക്കായാലും അതിനുള്ള ബോധവൽക്കരണം കൊടുക്കുക. പിന്നെ അത് സപ്ലൈ ചെയ്യുന്നവരെ എങ്ങനെയും കണ്ടെത്തിയിട്ട് നമ്മളെ നാടിനെ രക്ഷിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളാണ്, നമ്മളെ ഈ വളർന്നു വരുന്ന തലമുറയാണ് നമ്മളെ എല്ലാം. പക്ഷെ നമ്മള് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയുണ്ട്. കാരണം ചെറിയ ആൾക്കാരായാലും വലിയ ആൾക്കാരായാലും എവിടെയും ഒരു സേഫ്റ്റി എന്താണ് ചിലപ്പോൾ വണ്ടി ഓടിച്ച് വരുന്നവർക്കൊന്നും ഇപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. നമുക്കെല്ലാം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ ചിലപ്പോൾ ഓവർടേക്കിൽ വരുന്ന ബാക്കിലുള്ളവരെ ക്യാരക്ടർ എങ്ങനെയാണ്, അവരെ ഏതോ ഒരു മായ ലോകത്തിൽ അങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ശരിക്കും പേടിയാണ്. നമ്മളെ വീടുകളിൽ നമ്മൾ സേഫ് ആണെന്ന് തോന്നുന്നുണ്ടോ? വീടുകളിൽ സേഫാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ആയവരെ നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ തന്നെ എന്താ പറയുക, അവരെ കാര്യത്തിന് വേണ്ടി അവർക്ക് ഈ സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഒരവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ ജോലിക്ക് കയറിയിട്ട് വർഷമായി? ഞാനിപ്പോൾ 10 വർഷം. 10 വർഷമായിട്ട് ജോലി ചെയ്യാണ്. മക്കളൊക്കെ? ഒരു മോനുണ്ട്. എത്ര വയസ്സുണ്ടാവും? ഞാനിപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. നമുക്കിപ്പോഴും കുട്ടികളെ പഠിക്കാൻ വിടുമ്പോഴൊക്കെ നമുക്കൊരു പേടിയുണ്ട്. ശ്രദ്ധിക്കും ശരിക്കും. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും ഇപ്പം കാണുന്ന ന്യൂസും കാര്യങ്ങളെല്ലാം അങ്ങനത്തേതായതുകൊണ്ട് ശരിക്കും ഞാൻ ഈ ആൾക്കാരോട് പറയാറുണ്ട്, ഈ മുറി അടച്ചിട്ടിരുന്ന് പഠിക്കരുത് എന്ന്. അങ്ങനെ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അത് ശരിയാണ്. കാരണം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ എന്താണെന്ന് വെച്ചാൽ മുറി അടച്ചിട്ടേ പഠിക്കുള്ളൂ. നമ്മളിപ്പോൾ പോയി പറഞ്ഞാൽ അവരൊരു നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷേ അത് നമ്മൾ ചെക്ക് ചെയ്യണം എന്തായാലും. നല്ലതാണോ, അവരെന്തെങ്കിലും പറയുന്നുണ്ടോ, റൂമും കാര്യങ്ങളും അവരുടെ ബാഗും എല്ലാം ശരിക്കും ഞാൻ നോക്കാറുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. എന്നാലും ഈ തലമുറേൻ്റെ പോക്ക് കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ഒന്നും ആവരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ. ശ്രദ്ധിക്കാറുണ്ട്. പേര് പറയാമോ? എൻ്റെ പേര് ഷീജ. ഇപ്പം വർക്ക് ചെയ്യുന്ന സ്ഥലം? ഞാൻ തലശ്ശേരി. ഓക്കെ. ഈ സ്ഥലത്തിൻ്റെ പേര്? ഇത് മാഹി. ഓക്കെ. ഇത് മാഹിയാണ്. മാഹിയിൽ നിന്ന് ഞാൻ യാത്രക്കിടയിൽ കണ്ടതാണ്. ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമാണ് ലഹരിയെക്കുറിച്ച്. എന്തായാലും ഈ മാഡത്തിന് പിന്നെ നമ്മുടെ സമൂഹത്തെക്കുറിച്ചൊരു ബോധം എന്നുള്ളതുകൊണ്ടാണ് വ്യക്തമായ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അപ്പം മാഡത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.